നമ്മളിത് 2 മീൻ മേടിച്ചിട്ടുണ്ട്. ഇത് വളർത്തു മീനാണ്. ഇത് നെക്ടർ എന്ന് പറയും. പിന്നെ ഇതിനെ നമ്മൾ മലയാളികളൊക്കെ ഇത് ആവോലിയുടെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് ആവോലി മച്ചാനെന്നും പറയും. അപ്പോൾ നമ്മൾ ഈ മീനാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കറി വയ്ക്കാനായിട്ട് നമുക്കിതൊന്ന് വെട്ടി കഴുകി കൊണ്ടുവരാം. മീൻ വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മീൻ കറി വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയായ ഒരു മീനാണ് കേട്ടോ. നമുക്കിപ്പം കടലിൽ നിന്ന് മീനൊന്നും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഇത് വളർത്തു മീനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വളർത്തു മീൻ കൊണ്ട് വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് കറി വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. പോവാം വീട്ടിലേക്ക്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിയുടെ പ്രത്യേക മണവും രുചിയും ഈ ഉലുവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പില, കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതൊന്ന് നമുക്ക് മാറ്റാം. ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ ഉലുവ വറുത്ത് കോരി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാം. നമുക്ക് ഉലുവ വറുത്ത് കോരി എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ അരച്ച് കൊണ്ടുവന്നൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കിനി കുടപ്പുളിയാണ് നമ്മൾ ചേർക്കുന്നത്. നമുക്കിനി പുളി ഒഴിച്ചു കൊടുക്കാം. പുളിയും വെള്ളം കൂടിയാണ് നമ്മൾ ഇത്ര പുളി എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് പുളി ചേർത്താൽ മതി. നമുക്ക് 2 കഷ്ണം മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് നോക്കാം. നമ്മുടെ കറി വെന്തിട്ടുണ്ട്. അടിപൊളി കറിയാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ വെക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ബ്രാലായാലും മുഷിയായാലും എന്ത് മീനായാലും നമ്മൾ ഇങ്ങനെ വളർത്തു മീനുകൾ, പുഴയിലത്തെ മീനുകളൊക്കെ ഇങ്ങനെ വറുത്തരച്ച് വെച്ചാൽ അത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ. അടിപൊളി കറിയാണ്. ചാറുണ്ടോ? നമ്മുടെ നല്ല കുറുകിയ ചാറാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. താങ്ക്